ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. മുട്ട കൊണ്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനാവശ്യമായത് ഒരു ഉള്ളിയുടെ പകുതി, പിന്നെ ഗ്രീൻ ചില്ലി, കറി ലീവ്സ്, പിന്നെ 3 മുട്ടയാണ്. 2 മുട്ട ബോയിൽ ചെയ്തതും 1 മുട്ട നമ്മൾ ബോയിൽ ചെയ്യാണ്ടെടുത്തതാണ്. ഇത് നമുക്കൊരു ബോളിലേക്ക് ഒന്ന് ഉടച്ച് മാറ്റാം. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഒരു സവാളയുടെ പകുതി, ഗ്രീൻ ചില്ലി, പിന്നെ കറി ലീവ്സ് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ച 2 മുട്ട നമുക്ക് നേരെ പകുതിയാക്കണം. ഇതുപോലെയാണ് നേരെ പകുതിയാക്കിയിട്ട് എടുക്കുന്നത്. ഹാഫ് ആക്കിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കാരപ്പയ്ക്ക് ചുടുന്ന കാരം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കാം. പാത്രം ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിൽ എല്ലാ കുഴിയിലേക്കും നമുക്ക് കുറച്ചായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചധികമാണ്, ഇത്ര ഓയിൽ വേണ്ട. ജസ്റ്റ് ഒന്ന് ബ്രഷോട് നമുക്ക് ഓയിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കാരം നന്നായിട്ട് ചൂടായത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട കുറച്ചൊരു ഹാഫായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഹാഫായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച മുട്ട ഇതുപോലെ ഇതിൻ്റെ സെൻട്രലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈം പുറത്തേക്ക് ഫില്ലിങ് വരാത്ത രീതിയിൽ വേണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ബാക്കി വരുന്ന നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റിയാണ് ഇതിന്. അപ്പോൾ 2 സ്നാക്സും ആവുകയും ചെയ്യും. എല്ലയിലും നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ മുട്ട അറിയാലോ വേഗം കുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് ടൈം മതി ഇത് കുക്കാവാൻ. ഒന്ന് കുക്കായതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സ് ആണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ മുട്ട മാത്രമേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് വേഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒന്ന് ഇത് റെഡിയാക്കി കൊടുക്കാം. നമ്മളെ മുട്ട തൊപ്പിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.